ജി ഇമാൻസ് ആൻഡ് മാലർ എഴുതിയ സ്ട്രക്ചറൽ വയലൻസ് ആൻഡ് ദി ട്രാൻസ് സ്ട്രഗിൾ ഫോർ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. എക്സാം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഓടിച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ എടുത്തു പറയുന്നത് ഇതെല്ലാം നിങ്ങൾ വായിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പാഠഭാഗങ്ങളാണ് ഇതൊക്കെ. സോ ഇതിൽ പ്രധാനമായിട്ടും ആ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റിയിട്ട് ജനിക്കുന്ന കാലം മുതൽ അവരുടെ ഇന്നത്തെ ഒരു അവസ്ഥ വരെ അവർ സർവൈവ് ചെയ്ത് പോകുന്ന പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ്, പല രീതിയിലുള്ള സ്ട്രഗിളുകളെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത്. സോ ഹിയർ ആദ്യം തന്നെ പറഞ്ഞു പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനെ എപ്പോഴും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സമൂഹം ഉപയോഗിക്കുന്ന കുറേ സ്ട്രക്ചറുകളുണ്ട്, വളരെ റിജിഡ് ആയിട്ടുള്ള കുറേ വ്യവസ്ഥിതികളുണ്ട്. ഇപ്പം ജാതി അതുപോലെയാണ്, അല്ലെങ്കിൽ വർഗം അങ്ങനെയാണ്, പേട്രിയാർക്കലായിട്ടുള്ള കുറേ അതിർവരമ്പുകളുണ്ട്, റേസിസം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത ചാപ്റ്ററിൽ നമ്മൾ അമേരിക്കയിലെ ആഫ്രിക്കൻസിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് പഠിച്ചതുപോലെ തന്നെ എല്ലാ കാലത്തും ഇതുപോലെ ഒരുപാട് വ്യവസ്ഥിതികൾ മനുഷ്യനെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് തങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അംഗീകരിക്കാതെ പോകുന്ന, പുറം ലോകം അംഗീകരിക്കാതെ പോകുന്ന, അതിനെ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഈ ആൺ പെൺ ബൈനറികൾക്കപ്പുറം നിൽക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. സോ ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ആൺ പെൺ ബൗണ്ടറികൾക്ക് അപ്പുറം നിൽക്കുന്ന മറ്റിതര വിഭാഗങ്ങൾ, LGBTQIA, ബാക്കി ഒരുപാട് പ്ലസ് എന്നതിൽ ഒരുപാട് മറ്റു വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി അവരുടെ ഫാമിലിയിൽ നിന്നും അവരുടെ സ്കൂളിൽ നിന്നും അവരുടെ കോളേജിൽ നിന്നും എല്ലാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, എന്തിനാണ് ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്ക് പോലെയുള്ള ജോലികൾക്ക് പോകുന്നത്, ഇവർക്ക് അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിച്ചുകൂടെ, ജോലി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പലരും വളരെ ജഡ്ജ്മെൻ്റലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് കാണാറുണ്ട്. സോ എന്തുകൊണ്ടാണ് അവർക്ക് തങ്ങൾക്ക് ഇഷ്ടമുണ്ടാവാത്ത പല ജോലികളിലേക്കും എത്തിപ്പെടേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. സ്കൂളുകളിൽ നിന്നും ഏറ്റവും അധികം പുറന്തള്ളപ്പെടുന്ന കുട്ടികളിൽ അധികവും ഉള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആ വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളാണ്. അതിൽ പല റീസൺസ് ഉണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കളിയാക്കലുകളെ ഭയന്ന്, കൂട്ടുകാരിൽ നിന്നും ക്ലാസ്മേറ്റ്സിൽ നിന്നും അധ്യാപകരിൽ നിന്ന് പോലും നേരിടുന്ന നിരന്തരമായിട്ടുള്ള കളിയാക്കലുകൾ മൂലം, അതുപോലെ ആണ് പെണ്ണ് എന്നതിനപ്പുറത്തേക്ക് ഐഡൻറ്റിറ്റി ഉള്ള കുട്ടികളെ, അല്ലെ ഫിസിക്കലായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള മാറ്റങ്ങളുള്ള കുട്ടികളെ എന്തോ വിചിത്ര ജീവികളായി കണക്കാക്കുന്ന വളരെ മോശപ്പെട്ടൊരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുകയും അതിൻ്റെ പേരിൽ സ്കൂൾ ഡേയ്സിൽ തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പല രീതിയിലുള്ള വേർതിരിവുകളെ കുറിച്ചും പറയുന്നുണ്ട്. ടീച്ചേഴ്സ് മനഃപൂർവ്വം മാർക്ക് കുറച്ചിട്ട് കൊടുക്കുന്ന അവസ്ഥകൾ, അധ്യാപകരിൽ നിന്ന് പോലും നേരിടുന്ന അല്ലെങ്കിൽ സഹ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിടുന്ന സെക്ഷുവൽ ഹാരാസ്മെൻറ്റുകൾ, പണിഷ്മെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നാണക്കേട് കൊണ്ട്, ദുഃഖം കൊണ്ട്, പേടി കൊണ്ട്, ആൻസൈറ്റി കൊണ്ടൊക്കെ വിദ്യാർത്ഥി ജീവിതം അല്ലെ പഠന ജീവിതം പൂർത്തിയാക്കാൻ പറ്റാതെ സ്കൂളിൽ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് ആകുന്ന ഒരുപാട് ട്രാൻസ് വ്യക്തികളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ തനിക്ക് ജനിച്ച കുഞ്ഞ് തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ മാതാപിതാക്കൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാതെ വരികയും ഇതെന്തോ രോഗമായിട്ട് കൺസിഡർ ചെയ്യുകയും പലപ്പോഴും അവരെ മറ്റിതര ചികിത്സയിലേക്ക് കൊണ്ടുപോയി തള്ളിവിടുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അല്ലെ സ്വന്തമായിട്ട് ആത്മാഭിമാനം കൊണ്ട് ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥയിലേക്ക് പല ട്രാൻസ്ജെൻഡേഴ്സും എത്തുന്നുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസം ലഭിക്കാത്ത, അതിനുള്ള അവസരം ലഭിച്ചവർക്കും അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത മോശപ്പെട്ട സാഹചര്യങ്ങളുള്ള, സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറന്തള്ളപ്പെടുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു പ്രായത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവർ ഈ സെക്സ് ട്രേഡിലേക്കും ബെഗ്ഗിങ്ങിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത്. അത് അവരുടെ ഒരു ദുരവസ്ഥയാണ്, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളൊരു പിക്ചറാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തരുന്നത്. അതുപോലെ ട്രാൻസ് വിഭാഗത്തിന് നമ്മുടെ നാട്ടിലുള്ള ജോലിപരമായ പരിമിതികളെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട്
ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ആണിനോ പെണ്ണിനോ തൻ്റെ ഐഡന്റിറ്റി വെച്ച് ലഭിക്കുന്ന ജോലികൾ, ആ ഒരു പ്രിവിലേജുകൾ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡറിന് നമ്മുടെ നാട്ടിൽ ആ അവസരങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. മറിച്ച് അവരുടെ ഐഡന്റിറ്റി എന്തോ ഒരു രോഗമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് നല്ല ജോലികളിലേക്കൊന്നും ട്രാൻസ്ജെൻഡേഴ്സിന് കടന്നു വരാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ഇനി കടന്നു വരുന്നവർ പോലും ബ്രൂട്ടലായിട്ടുള്ള കളിയാക്കലുകളെയും ഹറാസ്മെന്റുകളെയും ചൂഷണങ്ങളെയും ഭയന്ന് പിന്നോട്ടാകുന്ന ഒരു തരത്തിലുള്ള ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട വിധം ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള പരിമിതികളെക്കുറിച്ച്, അതിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ലീഗലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് എഗനസ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടുകളൊക്കെയാണ്. പക്ഷേ എത്ര കേസസ് രജിസ്റ്റർ ചെയ്താലും ഒന്നിനും ഒരു തീർപ്പ് കൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ കുറ്റവാളി പണിഷ് ചെയ്യപ്പെടുന്നതോ ഒന്നും ഈ കേസിൽ കാണുന്നില്ല. കാരണം പൈസ എറിയാനോ ഇവർക്ക് വേണ്ടി പുറകെ നടക്കാനോ ഹോൾഡോ അല്ല ഇവർക്ക് വേണ്ടി സംസാരിക്കാനോ ആരും ഇല്ലാതാവുന്നത് കൊണ്ട് തന്നെ വെറും ഒരു കംപ്ലൈൻറ്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒട്ടനവധി കേസസ് ആയിട്ട് ഇവർക്ക് നേരെയുള്ള ബ്രൂട്ടൽ ഹരാസ്മെൻറ്റുകളും സെക്ഷൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മുടെ നിയമ വ്യവസ്ഥിതി ആയിക്കൊള്ളട്ടെ, നിയമ പരിപാലകരായിക്കൊള്ളട്ടെ, ഒരു നെഗ്ലിജൻസ് കൃത്യമായും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുത ഇവിടെ കാണുന്നു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ക്രൈംസുകളും റേപ്പും മർഡറും ഒക്കെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കിടയിൽ ഇപ്പോഴും നടക്കുന്നതും പ്രോപ്പറായിട്ട് ഇതൊന്നും ആരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തതും ക്രിമിനൽസ് ശിക്ഷിക്കപ്പെടാത്തതും. അതുകൊണ്ട് പിന്നെയും ഇങ്ങനത്തെ കേസസ് കൂടുകയാണ്. കാരണം ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നുള്ളൊരു ധൈര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് അനുഭവിക്കേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് പിന്നിൽ എന്നുള്ളൊരു വസ്തുത ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. ഈവൻ പല നിയമങ്ങളും ട്രാൻസ്ജെൻഡേഴ്സിന് എതിരായിട്ട് വളച്ചൊടിക്കപ്പെടുന്ന ഒരു നിയമ സംവിധാനത്തിൻ്റെ പഴുതുകൾ കൂടി ഇതിൻ്റെ ഉള്ളിൽ തുറന്നു കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എക്സാമ്പിളായിട്ട് പറയുന്നത് കർണാടകയിൽ ഉണ്ടായിരുന്ന ഒരു ബെഗറി ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് ബെഗറി ആക്ട്, അതായത് ഭിക്ഷാടന നിരോധന നിയമം ഉണ്ടായിരുന്നു. അതിൻ്റെ മറവിൽ ഭിക്ഷാടകരായ അല്ലെങ്കിൽ ഭിക്ഷാടകരല്ലാത്ത തെരുവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വെറുതെ വഴി കൂടെ നടന്നു പോകുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ വരെ പിടിച്ചുകൊണ്ട് പോകുകയും അവർക്കെതിരെ ഇമ്മോറൽ ട്രാഫിക് പോലെയുള്ള അല്ലെങ്കിൽ പബ്ലിക് ന്യൂയിസൻസ്, ഇൻഡീസൻസി പോലെയുള്ള പല പ്രൊവിഷൻസും അവർക്കെതിരെ ആരോപിച്ച് അവരെ ജയിലിലാക്കുകയും അല്ലെങ്കിൽ മറ്റ് സെൻറ്ററുകളിലേക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരവസ്ഥ. പല നിയമങ്ങളും അതിൻ്റെ സാധ്യതകളും യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റീനെയാണ് എന്നുള്ളൊരു സത്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. അതുപോലെ ട്രാൻസ് ജെൻഡർ ആയിട്ടുള്ള ആളുകളെ ഒരു പൊല്യൂട്ടിംഗ് പ്രസൻസ് ആയിട്ടാണ് സമൂഹം കാണുന്നത്. എല്ലാവരും അല്ല, എന്നാലും മെജോറിറ്റി ഓഫ് ആളുകളും ഇവരൊരു സെക്കൻഡറി സിറ്റിസൺസ് ആയിട്ട്, അതായത് എന്തോ ഒരു വിചിത്ര മനുഷ്യരായിട്ട് അല്ലെങ്കിൽ ഒരു മലിനമായിട്ടുള്ള ഒരു പ്രസൻസ് ആയിട്ടാണ് ഇവരെ കാണുന്നത്. സോ ഒരു കാസ്റ്റ് മൊറാലിറ്റി പോലെ തന്നെ, അതായത് അയിത്തം പോലെ തന്നെ സമാനമായുള്ള ഒരു രീതിയിലുള്ള മാറ്റി നിർത്തൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഇവിടുത്തെ സിസ്റ്റം കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായി ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ജീവിക്കാനുള്ള എല്ലാ തരം റോ മെറ്റീരിയൽസും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ അവരിലേക്ക് എത്തുന്നുണ്ട്. വെള്ളമായിക്കൊള്ളട്ടെ, ഭക്ഷണം ആയിക്കൊള്ളട്ടെ, ന്യൂട്രീഷൻ ആയിക്കൊള്ളട്ടെ, ഹെൽത്ത് കെയർ, സാനിറ്റേഷൻ, ജോലി, പാർപ്പിടം, ഒരു നല്ല വീട് പോലും ഇവർക്ക് റെന്റിന് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. അതുപോലെ ഹെൽത്ത് കെയർ, മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് അത് വളരെ ഗൗരവത്തോടെ സംസാരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ ആയിട്ടുള്ള മേഖലകളാണ്. കാരണം ഇവരുടെ സർജറിക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ് സംവിധാനം, ഗവൺമെൻറ് മെഡിക്കൽ എയ്ഡ് ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രൈവറ്റ് കമ്പനീസ്, ഇതുപോലെയുള്ള കുത്തക മാഫിയ പോലെയുള്ള മെഡിക്കൽ കമ്പനീസ് ഇവരെ പല രീതിയിലും സാമ്പത്തികപരമായിട്ടും ഒക്കെ ചൂഷണം ചെയ്യുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. പല വാർത്താ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് സർജറിക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുശേഷം ഇവർ കാണിക്കുന്ന ക്രൂരമായ നെഗ്ലിജൻസും ഒക്കെ നമ്മൾ കണ്ടതാണ്. നിയമപരമായി ഇവർക്ക് അനുകൂലമായ കുറേ ഓർഡറുകളും കുറേ വ്യവസ്ഥിതികളും ഒക്കെ ഇവിടെ ഉണ്ട് എങ്കിലും അതിൻ്റെ നൂലാമാലകൾ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ഇവിടെ ജീവിക്കാൻ പോലും നിയമപരമായി സാധിക്കാത്ത, അല്ലെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ പോലും നിയമപരമായി ഒരുപാട്
നൂലാമാലകളുള്ള ഒരവസ്ഥ അവർക്കുണ്ടാകുന്നുണ്ട്. ജീവിക്കാൻ പ്രാക്ടിക്കലി ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗത്തിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതും അവർക്ക് വേണ്ട മെഡിക്കൽ അസിസ്റ്റൻസ് നൽകേണ്ടതും ഒക്കെ നമ്മുടെ ഗവൺമെൻറ് ആണ് എന്നും ഇനിയും ഒരുപാട് നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി ഇവിടെ ഉണ്ടാകണമെന്നും ഇവിടെ ഉള്ള നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്നും ഒക്കെയുള്ള വളരെ മാനുഷികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു പഠനം എൻഡ് ചെയ്യുന്നത്. പലപ്പോഴും പല നിയമങ്ങളും വളരെ പ്രോഗ്രസീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലോ അത് കൃത്യമായി പ്രോസസ്സിങ്സ് നടക്കുന്നതിലോ ഇവിടെ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള നീതികേടുകളും പല രീതിയിലുള്ള കറപ്ഷൻസും ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം പല രീതിയിൽ ഭാഷയായിക്കൊള്ളട്ടെ, ജീവിത രീതി ആയിക്കൊള്ളട്ടെ, മെഡിക്കൽ ആയിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കൊള്ളട്ടെ, പ്രൊഫഷണൽ, അക്കാഡമിക്സ്, ഏത് മേഖല എടുത്താലും, ഫാമിലി ആയിക്കൊള്ളട്ടെ, ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാത്തിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആവുന്ന ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നും ആ സിസ്റ്റം മാറണമെന്നും മനുഷ്യരെ മനുഷ്യരായി കാണാനും എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അവിടെ ഐഡൻറ്റിറ്റി, അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മളെല്ലാം തയ്യാറാകണം. അതിന് കൃത്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ്, അസിസ്റ്റൻസ് ഉണ്ടാകണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു എസ്സേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, എസ്സേയുടെ ഒരു 4/1 ഭാഗം പോലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. അത് കൃത്യമായിട്ട് വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക.